Hello students. International cash management നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഫോംസ് ഓഫ് ഇൻ്റർനാഷണൽ ക്യാഷ് മാനേജ്മെൻറ്റ്. Forms of international cash management mainly two types, that is cash pooling or cash concentration. Cash pooling means surplus cash of all units are deposited in a centralized location, either that centralized location in a host country or in a ഹോം കൺട്രി. ഓക്കെ, ഇതിൽ രണ്ടിൽ എവിടെയെങ്കിലും ആയിരിക്കും ഈ സെൻട്രലൈസ്ഡ് പൂൾ ഉണ്ടാവുക. എന്നിട്ട് സബ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വരുന്ന അതല്ലെങ്കിൽ സബ്സിഡിയറീസിൽ നിന്ന് വരുന്ന എല്ലാ ക്യാഷും നമ്മൾ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു? ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് ക്യാഷ് പൂളിംഗ് എന്ന് പറയുന്നത്. ദ സെൻട്രലൈസ്ഡ് പൂൾ മേ ബി ലൊക്കേറ്റഡ് ഐദർ ഇൻ ഹോസ്റ്റ് കൺട്രി ഓർ ഇൻ ഹോം കൺട്രി ഓർ ഇൻ തേർഡ് കൺട്രി ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്ട്രെങ്ത് ഓഫ് കറൻസി ഓഫ് ദറ്റ് കൺട്രി. ആ രാജ്യത്തിൻ്റെ സ്ട്രെങ്ത്, കറൻസിയുടെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടോ അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് ദേ ഷുഡ് ബി ഡിസൈഡഡ് any other third area, okay, either in host or in home or third area, depends upon the value of currency. Not only the value of currency, the tax rate, political stability, attitude of government, etc. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ദേ ഷുഡ് ബി ഡിസൈഡഡ് തേർഡ് ലൊക്കേഷൻ. അപ്പം ഈ സബ്സിഡിയറീസിൽ നിന്ന് വരുന്ന സർപ്ലസ് ക്യാഷുകൾ ഫുള്ള് ഈ ഒരു സെൻട്രലൈസ്ഡ് ലൊക്കേഷനിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ക്യാഷ് പൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും എല്ലാ ഏരിയയിൽ നിന്നും വരുന്ന ഫിനാൻസ് ഉണ്ടാകുമ്പം എല്ലാവർക്കും ആ ഫിനാൻസ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻ്റർനാഷണൽ ക്യാഷ് പൂളിംഗ് ചെയ്യുന്നത്. Then second one, cash concentration. Cash concentration is an automatic transfer of account balance from clearly defined sub accounts to a cash pool master account on a value date basis. അതായത് സബിൽ നിന്ന് വരുന്നതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു സെൻട്രലൈസ്ഡ് ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന സിസ്റ്റത്തെയാണ് ക്യാഷ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർലി ഓട്ടോമാറ്റിക്കലി അവരുടെ സിസ്റ്റത്തിൽ അങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് എത്ര സർപ്ലസ് വരുന്നുണ്ടോ അതൊക്കെ എന്താണ് ഇവിടേക്ക് തന്നെ പോകുന്ന സിസ്റ്റമാണ് ക്യാഷ് കോൺസെൻട്രേഷൻ. ഓക്കെ, ഇതോടുകൂടി ക്യാഷ് മാനേജ്മെൻറ്റ് കഴിഞ്ഞു. നമ്മൾ ക്യാഷ് മാനേജ്മെൻറ്റായിട്ട് ഫസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾ ഫസ്റ്റ് നോക്കിയതാണ് ക്യാഷ് മാനേജ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ക്യാഷ് മാനേജ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്ക്. വർക്കിംഗ് ക്യാപിറ്റലിൽ നമുക്കറിയാം പലതും വരുന്നുണ്ട്, അതിലൊന്നാണ് ഇൻ്റർനാഷണൽ ക്യാഷ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് റിസീവബിൾ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് റിസീവബിൾ മാനേജ്മെൻറ്റ്. ഓക്കെ, ഇൻ്റർനാഷണൽ റിസീവബിൾ മാനേജ്മെൻറ്റ് നമുക്കറിയാം. റിസീവബിൾ ഈസ് എ നെക്സ്റ്റ് ഐറ്റംസ് ഇൻ എ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, receivables are another important component of a firm's working capital. If receivables are not well managed, receivables will accumulate. This adversely affect the cash position and lead to cash shortage. അതായത് നമുക്കറിയാം, ഒരു ലിമിറ്റ് കൂടുതൽ ഡെപ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ, അതായത് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാത്ത റിസീവബിൾസ് ഒരു ലിമിറ്റ് കൂടുതൽ ഫേമിന് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ലീഡ്സ് ടു ക്യാഷ് ഷോർട്ടേജ്. നമുക്കത് കിട്ടണം എന്ന് നിർബന്ധമില്ല, മറ്റുള്ളവർ തന്നിട്ട് വേണ്ടേ ക്യാഷ് കിട്ടാൻ. അപ്പം റിസീവബിൾസിന് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യണം. അത് കൺവേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഫേമിന് എന്തുണ്ടാവും? ക്യാഷ് ഷോർട്ടേജ് വരാനുള്ള സാധ്യത ഉണ്ട്. ദിസ് ഇൻ ടേൺ അഫക്ട് ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് എ ബിസിനസ്. ദിസ് വിൽ അഫക്ട് ദ ലിക്വിഡിറ്റി പൊസിഷൻ. ദ നെയിം ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ദ ബിസിനസ് ഗെറ്റ് ഡിറ്റീരിയോറേറ്റഡ്. അപ്പോൾ റിസീവബിൾസ് ഒക്കെ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്തില്ലെങ്കിൽ നോർമലി ഇത് ക്യാഷ് എഫക്റ്റീവ് വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് ഷോർട്ടേജ് ആവും. ദിസ് വിൽ അഫക്ട് ദ ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ. മീനിങ് ഓഫ് റിസീവബിൾസ് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. റിസീവബിൾസ് ഇസ് എൻ എമൗണ്ട് ഓഡ് ടു ദ ഫേം ആസ് എ റിസൾട്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് സർവീസസ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. റിസീവബിൾസ് അറൈസസ് ഓൺ ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓൺ ക്രെഡിറ്റ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് കടത്തിന് സാധനങ്ങൾ കൊടുക്കുമ്പോൾ വരുന്നതാണല്ലോ റിസീവബിൾസ്. ദ കസ്റ്റമേഴ്സ് മേ ബി ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് ഓർ അൾട്ടിമേറ്റ് കൺസ്യൂമർ. When credit sales are made to industrial consumers, the receivables take in the form of consumer credit. മീനിങ് ഓഫ് റിസീവബിൾസ് മാനേജ്മെൻറ്റ്. എന്താണ് റിസീവബിൾ മാനേജ്മെൻറ്റ് എന്നുള്ളത് പറയുന്നുണ്ട്. റിസീവബിൾ മാനേജ്മെൻറ്റ് ഇസ് എ പ്രോസസ് ഓഫ് മാനേജിങ് ദ അക്കൗണ്ട്സ് റിസീവബിൾ വിത്തിൻ ദ ബിസിനസ് ഓർഗനൈസേഷൻ. ഹൗ വി എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ദ റിസീവബിൾസ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ദറ്റ് ഇസ് ദ റൊട്ടേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റൊട്ടേഷൻ ഓർ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ഹൗ എഫക്റ്റീവ്ലി ദ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഇസ് ടു ബി റൊട്ടേറ്റഡ്, ഓർ ഹൗ എഫക്റ്റീവ്ലി ദ റിസീവബിൾസ് ആർ ടു ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, ദറ്റ് ഇസ് നോൺ ആസ് റിസീവബിൾ
management. It refers to set of policies, procedures and practices employed by a company with respect to managing sales offered on credit. കടത്തിന് സാധനങ്ങൾ വിൽക്കുന്ന ഫേം ആണെങ്കിൽ they adopted some policies, rules and regulations. So all these rules and regulations is known as receivable management. It involves the evaluation of client credit worthiness and risk, establishing sales terms and credit policy, and designing an appropriate receivable collection പ്രോസസ്സ്. അപ്പം എങ്ങനെ എഫക്റ്റീവായിട്ട് കളക്ഷൻസ് നമുക്ക് ക്യാഷ് എങ്ങനെ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ റിസീവബിൾസിനെ എങ്ങനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ഇതിനുള്ള ക്രെഡിറ്റ് പോളിസി, അതിൻ്റെ ഡിസൈനിങ്, ഇതിനൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, റിസീവബിൾ മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഗുഡ് റിസീവബിൾ മാനേജ്മെൻറ്റ് ഇസ് എ കോംപ്രഹെൻസീവ് പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് ഡിറ്റർമിനിങ് ദ കൺസ്യൂമേഴ്സ് ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻ അഡ്വാൻസ്. നമ്മൾ കടത്തിന് സാധനങ്ങൾ കൊടുക്കുമ്പോൾ ആ കൺസ്യൂമറുടെ ക്രെഡിറ്റ് വർത്തിനെസ് എത്രയാണെന്നുള്ളത് നമുക്കറിയാം. ക്രിസിൽ ഇക്ര, കെയറോൺ, ഇക്രൊക്കെ ഉണ്ട്. ഇവരൊക്കെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ്. അപ്പോൾ ആ ക്രെഡിറ്റ് റേറ്റിംഗ് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത ശേഷം മാത്രം എന്ത് ചെയ്യുക, കടത്തിന് സാധനങ്ങൾ കൊടുക്കുക. ഫ്രീക്വൻ്റ്ലി സ്കാനിങ് ആൻഡ് മോണിറ്ററിങ് കസ്റ്റമേഴ്സ് ഫോർ ക്രെഡിറ്റ് റിസ്ക്. നമ്മൾ കടത്തിന് സാധനങ്ങൾ ആർക്കാണോ കൊടുത്തിട്ടുള്ളത് അവരെ കണ്ടിന്യൂസ്ലി വി ഷുഡ് ബി ഇവാലുവേറ്റഡ്. മെയിൻറ്റെയിനിങ് കസ്റ്റമർ റിലേഷൻ. കടത്തിന് സാധനങ്ങൾ കൊണ്ടുപോയി റിസീവബിൾസ് തന്നു, പിന്നെ അവരുടെ ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കരുത്. വി ഷുഡ് കീപ്പ് എ റിലേഷൻ. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് നമുക്കറിയാം, CRM. അതേപോലെ നമ്മൾ കീപ്പ് റിലേഷൻ. ഡിറ്റക്റ്റിംഗ് ലേറ്റ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ ടൈം. ഓരോരുത്തർക്കും നമ്മൾ ഡ്യൂ ടൈം വെച്ചിട്ടുണ്ടാവും. അതിന് ശേഷമൊക്കെ ഡ്യൂ കഴിഞ്ഞിട്ടും പേയ്മെൻറ്റ് നടത്തുന്ന ലേറ്റ് പേയ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഡിറ്റക്റ്റിംഗ് കംപ്ലയൻസ് ഇൻ ഡ്യൂ ടൈം. ഡ്യൂ ടൈമിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടോ എന്ന് നോക്കുക. റിഡ്യൂസിങ് ടോട്ടൽ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്. എത്രത്തോളമാണ് ഓരോ ഇയറിലും അല്ലെങ്കിൽ ഓരോ മന്തിലും ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ് വരണേ എന്നുള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഇതൊക്കെ ഒരു റിസീവബിൾ മാനേജ്മെൻറ്റിൻ്റെ എഫക്റ്റീവ് പാർട്ടാണ്. ഒബ്ജക്റ്റീവ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് റിസീവബിൾ, ഇൻ്റർനാഷണൽ റിസീവബിൾ മാനേജ്മെൻറ്റ്. ഒരു റിസീവബിൾ മാനേജ്മെൻറ്റിൻ്റെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്? ഫസ്റ്റ്, monitor and improve cash flow. Receivable management monitors and control all cash movements of organization. It maintains a systematic record of all sales transactions. Okay, അപ്പോൾ receivable management helps an organization to take appropriate investment decision relating to trade debtors. ഡെപ്റ്റേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു നല്ല ഇൻഫർമേഷൻ, അപ്രോപ്രിയേറ്റ് ഡെസിഷൻ എടുക്കാനുള്ള ഒരു ഇൻഫർമേഷനാണ് എന്ത് വഴി തരുന്നത്, റിസീവബിൾ മാനേജ്മെൻറ്റ് വഴി തരുന്നത്. നെക്സ്റ്റ്, മിനിമൈസസ് ബാഡ് ഡെപ്റ്റ് ലോസസ്. നമുക്കറിയാം ബാഡ് ഡെപ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ബിസിനസ്സിന് ഹെവി ലോസ് വരാനുള്ള സാധ്യത ഉണ്ട്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോപ്പർ റിസീവബിൾ മാനേജ്മെൻറ്റ് ഓൾ നെസസറി സ്റ്റെപ്സ് ടു ബി ടേക്ക് ടു അവോയ്ഡ് ദ ബാഡ് ഡെപ്റ്റ് റിസ്ക്. ബാഡ് ഡെപ്റ്റ് റിസ്ക് അല്ലെങ്കിൽ ലോസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റെപ്സും എന്ത് വഴി എടുക്കുന്നുണ്ട്, ഈ റിസീവബിൾ മാനേജ്മെൻറ്റ് വഴി എടുക്കുന്നുണ്ട്. തേർഡ് വൺ പറയുന്നുണ്ട്, അവോയ്ഡ് ഇൻവോയ്സ് ഡിസ്പ്യൂട്ട്. റിസീവബിൾ മാനേജ്മെൻറ്റ് ഹാസ് ആൻ എഫിഷ്യൻറ്റ് റോൾ ഇൻ അവോയ്ഡിങ് എനി ഡിസ്പ്യൂട്ട് അറൈസിങ് ഇൻ ബിസിനസ്. എന്തെങ്കിലും ഡിസ്പ്യൂട്ട്, തർക്കങ്ങൾ, ഇപ്പോൾ ബില്ല് റിസീവ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ബില്ല് പേ ചെയ്യുന്നതിലോ റൈസ് ചെയ്യുന്നതിലോ ഒക്കെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഓൺ ദ സ്പോട്ടിൽ തന്നെ തീർക്കാൻ, ഡിസ്പ്യൂട്ടുകളൊന്നും ബിസിനസ്സിന് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യാതെ നല്ല റിലേഷൻ ബിസിനസ് കസ്റ്റമേഴ്സുമായിട്ട് കീപ്പ് ചെയ്യാനും ബിസിനസ്സിനെ നല്ല രീതിയിൽ റൺ ചെയ്യിക്കാനും ദിസ് റിസീവബിൾ മാനേജ്മെൻറ്റ് വിൽ ഹെൽപ്പ്. ദെൻ ഓൾസോ ബൂസ്റ്റ് അപ്പ് സെയിൽസ് വോളിയം. റിസീവബിൾ മാനേജ്മെൻറ്റ് ഇൻക്രീസ് ദ സെയിൽസ് ആൻഡ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റിയും സെയിൽസും ഒക്കെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. Then also improve customer satisfaction. We keep a good relation with the consumers, and also credit worthiness of the consumers will be efficiently we should be managed, or we should be analyze the credit worthiness of consumers. ഇതൊക്കെ എന്താണ്, നോർമലി ലീഡ്സ് ടു കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ക്രെഡിറ്റിന് ലെൻഡ് ചെയ്യുകയാണെങ്കിൽ ദെൻ ആൾസോ സപ്പോർട്ട് ദ ഫിനാൻഷ്യലി വീക്കൺ കസ്റ്റമേഴ്സ് ഹു കാണ്ട് പർച്ചേസ് എനി പ്രൊഡക്റ്റ് ഫുള്ളി ഓൺ എ ക്യാഷ് ബേസിസ്. ക്യാഷ് ബേസിസിൽ ഫുള്ളി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്ത കൺസ്യൂമേഴ്സിനൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് എന്ത്, ഈ കടത്തിന് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത്. ദിസ് സ്ട്രെങ്തൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കസ്റ്റമേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ അങ്ങനെ കടത്തിന് സാധനങ്ങൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവുന്നു, കീപ്പ് എ റിലേഷൻ വിത്ത് കസ്റ്റമേഴ്സ്. ഹെൽപ്സ് ഇൻ ഫേസിങ് കോമ്പറ്റീഷൻ. Receivable management helps in facing stiff competition in the market. Receivable management process analyze all information about the market and helps a business in framing its credit lending policy. ഈ ഒരു റിസീവബിൾ മാനേജ്മെൻറ്റ് വഴി ഫേമിന് എല്ലാ ഇൻഫർമേഷൻസും അനലൈസ് ചെയ്യാനും ദെൻ അതേപോലെ തന്നെ ഒരു നല്ല ലെൻഡിങ് പോളിസി ഫേമിന് കീപ്പ് ചെയ്യാനും സഹായിക്കുന്നു.
Regulate cash flow. Receivable management regulate all cash flows in an organization. It controls inflows and outflows of fund and ensure that efficient amount of cash is always അവൈലബിൾ. അപ്പോൾ റിസീവബിൾ മാനേജ്മെൻറ്റ് വഴി നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. സോ നമുക്ക് എന്ത് ചെയ്യുന്നു, ബിസിനസ്സിന് വേണ്ട ക്യാഷുകൾ എപ്പോഴും കയ്യിലുണ്ടാവുന്നു. ക്രെഡിറ്റ് അനാലിസിസ്. ഇറ്റ് പെർഫോംസ് പ്രോപ്പർ അനാലിസിസ് ഓഫ് കസ്റ്റമേഴ്സ് ക്രെഡൻഷ്യൽ ഫോർ ഡിറ്റർമിനിങ് ദെയർ ക്രെഡിറ്റ് റേറ്റിംഗ്. ഓക്കെ, ക്രെഡിറ്റ് റേറ്റിംഗ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിൻ്റെ ക്രെഡൻഷ്യൽ, കസ്റ്റമേഴ്സിൻ്റെ ക്രെഡിറ്റ് കപ്പാസിറ്റി ഡിറ്റർമൈൻ ചെയ്യാനും അനലൈസ് ചെയ്യാനും പറ്റുന്നു. ക്രെഡിറ്റ് കളക്ഷൻ. റിസീവബിൾ മാനേജ്മെൻറ്റ് ഫോക്കസ് ഓൺ എഫിഷ്യൻറ്റ് ആൻഡ് ടൈംലി കളക്ഷൻ ഓഫ് ബിസിനസ് പേയ്മെൻറ്റ് ഫ്രം ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ബിസിനസ്സിന് കടത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ നിന്ന് ടൈമിൽ തന്നെ കളക്ട് ചെയ്യാനുള്ള ഒരു നല്ല മെത്തേഡാണ് ഈ ഒരു റിസീവബിൾ മാനേജ്മെൻറ്റ്. മെയിൻറ്റെയിൻ അപ് ടു ഡേറ്റ് റെക്കോർഡ്. റിസീവബിൾ മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻ ഓൺ എ റെഗുലർ ബേസിസ്. ഒരു റെഗുലർ ബേസിസിൽ എല്ലാ റെക്കോർഡ്സും കീപ്പ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇവാലുവേറ്റ് കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് റേറ്റിംഗ്. നമ്മൾ പറഞ്ഞു, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി വി ഷുഡ് ഇവാലുവേറ്റ് ദ കസ്റ്റമേഴ്സ് ബോറോയിങ് കപ്പാസിറ്റി ആൻഡ് റീപേയിങ് എബിലിറ്റി. ഓക്കെ, കൺസ്യൂമേഴ്സിൻ്റെ ബോറോയിങ് കപ്പാസിറ്റിയും റീപേയിങ് എബിലിറ്റി, അവർക്ക് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കടത്തിന് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ റീപേയിങ് എബിലിറ്റി ഒക്കെ നമുക്ക് നോക്കാനും മനസ്സിലാക്കാനും പറ്റുന്നു. മിനിമൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ റിസീവബിൾസ്. റിസീവബിൾസിൽ അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫേമിന് അത്രയ്ക്ക് ബെനിഫിറ്റ് അല്ല. അപ്പോൾ ഒരു ലിമിറ്റ് കൂടുതൽ നമ്മൾ കടത്തിന് സാധനങ്ങൾ കൊടുക്കുന്നത് എപ്പോഴും ബെനിഫിറ്റ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അതിന് ലിമിറ്റ് ചെയ്യാൻ, മിനിമൈസ് ചെയ്യാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിസീവബിൾസിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്നുള്ളത് മനസ്സിലാക്കിപ്പിക്കാനും നല്ലൊരു മെത്തേഡാണ് ഈ ഒരു റിസീവബിൾ മാനേജ്മെൻറ്റ്. Then also maintain efficient cash. Receivable management properly records all cash inflows and outflows of a business. All credit facilities are extended after analyzing the capability of an organization and due payments are collected timely. അപ്പോൾ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ നോക്കുന്നു, ദെൻ അതേപോലെ തന്നെ പേയ്മെൻറ്റ്സ് ഒക്കെ ടൈമിലി തന്നെ കളക്ട് ചെയ്യുന്നു. സോ മെയിൻറ്റെയിൻ എഫിഷ്യൻറ്റ് ക്യാഷ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് ഫോമിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ റിസീവബിൾ മാനേജ്മെൻറ്റ് വഴി പറ്റുന്നു. Lower cost of credit. Receivable management help a business lowering its cost of credit by limiting the credit amount and credit period for its customers. Receivable management എപ്പോഴും ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് കുറയ്ക്കാൻ, ലോവർ ചെയ്യാൻ, അതേപോലെ തന്നെ ക്രെഡിറ്റിൻ്റെ എമൗണ്ട് ലിമിറ്റ് ചെയ്യാനും സഹായിക്കുന്നു. Formulation of credit policy. Receivable management helps in formulating and implementing effective credit policy in an organization. ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവ് ക്രെഡിറ്റ് പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ ഫേമിനെ സഹായിക്കുന്നു. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. ലാസ്റ്റ് പറയുന്നുണ്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സാണ്. നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊരു 10 പോയിൻറ്റ്സ് ഒക്കെ പഠിച്ചു വയ്ക്കാം. ഒബ്ജക്റ്റീവ്സ് ഒക്കെ എത്രത്തോളം ചോദിക്കും നമുക്കറിയില്ല, എങ്കിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസീവബിൾ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് റിസീവബിൾ. While designing credit policy of a company, financial management should have thorough knowledge about cost and benefit associated with receivables. റിസീവബിൾസിനെ കുറിച്ചുള്ള കോസ്റ്റും അതിൻ്റെ ബെനിഫിറ്റ്സും എന്താണെന്നുള്ളത് ഒരു ഫിനാൻസ് മാനേജർക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. കോസ്റ്റ്, റിസീവബിൾസിന് വരുന്ന കോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കളക്ഷൻ കോസ്റ്റ് ഉണ്ട്, ക്യാപിറ്റൽ കോസ്റ്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഉണ്ട്, ഡിഫോൾട്ട് കോസ്റ്റ് ഉണ്ട്. കളക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റിസീവബിൾസ് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ എത്രത്തോളമാണോ കോസ്റ്റ് വരുന്നത് അതിനെയാണ് കളക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് യൂസ് ഫോർ അഡീഷണൽ ക്യാപിറ്റൽസ് ടു സപ്പോർട്ട് ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളമാണോ അഡീഷണൽ കോസ്റ്റ് വരുന്നത് അതിനെയാണ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഫോർ മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് റിസീവബിൾ മാത്രം മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എത്രത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആണോ വരുന്നത് അതിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പം റിസീവബിൾസ് മാത്രം മാനേജ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ആളെ അപ്പോയിൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു ഓഫീസ് തന്നെ ഇടേണ്ട അവസ്ഥ വരിക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ അത് കോസ്റ്റാണ്, റിസീവബിൾസ് മാനേജ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റാണത്. ഡിഫോൾട്ട് കോസ്റ്റ് നമുക്കറിയാം, ഒരു ലിമിറ്റ് കൂടുതലായി കഴിയുമ്പോൾ ദറ്റ് കനോട്ട് ബി റിക്കവേർഡ്. ഓക്കെ, അത് ഡിഫോൾട്ട് ആവുന്ന കോസ്റ്റ് നമുക്ക് സ്വാഭാവികമാണ്, ബാഡ് ഡെപ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയത്തിന് ബില്ല് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരാം, ഡിഫോൾട്ട് കോസ്റ്റ് വരാം. അപ്പോൾ കളക്ട് ചെയ്യാനുള്ള കോസ്റ്റ് ഉണ്ടാവും, അഡീഷണൽ കോസ്റ്റ് വരികയാണെങ്കിൽ ക്യാപിറ്റൽ കോസ്റ്റ് ഉണ്ടാവും. റിസീവബിൾസ് മാനേജ് ചെയ്യാൻ മാത്രമായിട്ടൊരു ഓഫീസൊക്കെ ഇടേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് വരും. ഡിഫോൾട്ട് വരികയാണെങ്കിൽ ഡിഫോൾട്ട് കോസ്റ്റും വരും.
ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. റിസീവബിൾസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ബിസിനസ്സിന് ബെനിഫിറ്റ്സ് ഉണ്ടാവാം. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് റിസീവബിൾസ് കൊണ്ടുള്ളത്? ഇൻക്രീസ് ഇൻ സെയിൽസ് ഇൻക്രീസ് ചെയ്യിക്കുന്നു. ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിക്കുന്നു. ദെൻ ഓൾസോ എക്സ്ട്രാ പ്രോഫിറ്റ്. സംടൈം ദ ഫേം സെൽ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് അറ്റ് എ പ്രൈസ് വിച്ച് ഹയർ ദാൻ ദ യൂഷ്വൽ ക്യാഷ് സെല്ലിംഗ് പ്രൈസ്. സാധാരണ സെല്ലിംഗ് പ്രൈസിനേക്കാളും ചിലപ്പോൾ ഒന്നുയർന്ന വിലയ്ക്കായിരിക്കും കടത്തിന് സാധനങ്ങൾ കൊടുക്കുന്നുണ്ടാവുക. കാരണം അവർ കുറച്ച് വെച്ചല്ലേ തരുന്നുള്ളൂ. അപ്പോൾ ഫേമിന് അത് എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇൻക്രീസ് ഇൻ മാർക്കറ്റ് ഷെയർ. ദ ഫേം ഈസ് ഏബിൾ ടു റീറ്റെയിൻ ഓൾഡ് കസ്റ്റമേഴ്സ് ആൻഡ് അട്രാക്ട് ന്യൂ കസ്റ്റമേഴ്സ്. അവിടെ കടത്തിന് കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ കസ്റ്റമേഴ്സിന് അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇതെന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഇൻക്രീസ് ദ മാർക്കറ്റ് ഷെയർ ഓഫ് ദ ഫേം. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഉണ്ടാവും ആൻഡ് ഓൾസോ ക്രിയേറ്റ് എ ന്യൂ കസ്റ്റമേഴ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫേമിൽ എന്താണ് മാർക്കറ്റിലുള്ള സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള പുതിയ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടാനുള്ള സാധ്യതയും ഉണ്ട്. ദീസ് ആർ ദ മെയിൻ ബെനിഫിറ്റ്സ് ഓഫ് റിസീവബിൾ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ഇതിൽ വരുന്ന ടോപ്പിക്കാണ് ടെക്നിക്സ് ഓഫ് റിസീവബിൾ മാനേജ്മെൻറ്റ്. നമുക്ക് കേട്ടിട്ടുള്ള നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതായത് നമുക്ക് കളക്ഷൻ പീരീഡ്, ദെൻ അതേപോലെ തന്നെ കളക്ഷൻ പോളിസി, ഫോർഫിറ്റിംഗ്, കൗണ്ടർ ട്രേഡിംഗ്, അങ്ങനെയൊക്കെ വരുന്ന കുറേ കാര്യങ്ങളാണ് നമുക്കിതിലുള്ളത് ടെക്നിക്സ് ആയിട്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ള FM പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് റിസീവബിൾ മാനേജ്മെൻറ്റ് ടെക്നിക്സ് നോക്കാം. വേരിയസ് ടെക്നിക്സ് ഓഫ് റിസീവബിൾ മാനേജ്മെൻറ്റ് മേ ബി ഫസ്റ്റ് വൺ ഡിറ്റർമിനിങ് ഒപ്റ്റിമം ക്രെഡിറ്റ് പോളിസി. A firm may decide on its credit policy by taking into consideration several factors. പല ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഫേം എന്ത് ചെയ്യേണ്ടത്? ടു ടേക്ക് ദെയർ ക്രെഡിറ്റ് പോളിസി or decide their credit policy. The credit policy may be liberal at one extreme and strengthen at the other extreme. ഓക്കെ, ഒരു ഫേമിൻ്റെ ഒരു ലിബറൽ ആയാൽ, അതായത് ക്രെഡിറ്റ് പോളിസി ലിബറൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനുണ്ടാവുന്ന പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. സ്ട്രിഞ്ചൻ്റ് ആയി കഴിഞ്ഞാൽ അതിനുള്ള നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അപ്പം ടു സ്ട്രിഞ്ചൻ്റ് ആവാനും പാടില്ല, ടു ലിബറൽ ആവാനും പാടില്ല. ഓക്കെ, ലിബറൽ ക്രെഡിറ്റ് പോളിസി മേ ബി സ്റ്റിമുലേറ്റ് സെയിൽസ് ആൻഡ് ലീഡ് ടു ഇൻക്രീസ് പ്രോഫിറ്റ് ബട്ട് ഇറ്റ് മേ ഓൾസോ റിസൾട്ട് ഇൻ ഇൻക്രീസ് ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസ്. അതായത് ലിബറൽ ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? ഫേമിന് പ്രോഫിറ്റ് കൂടും, കസ്റ്റമേഴ്സ് കൂടും, അങ്ങനെയുള്ള ബെനിഫിറ്റ് ഒക്കെ ഉണ്ട്. ബട്ട് ഇഫ് ഇൻ കേസ് അവർ ഡിഫോൾട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ബാഡ് ഡെപ്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻ അഡീഷൻ ടു ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഫണ്ട്സ് യൂസ്ഡ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ പുറമെ ബാഡ് ഡെപ്റ്റ് റിസ്ക്കും വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ലിബറൽ ക്രെഡിറ്റ് പോളിസി ഫേം വെക്കാൻ പാടില്ല. ഇഫ് ദ ഫേം കീപ്പ് സ്ട്രിഞ്ചൻറ്റ് ക്രെഡിറ്റ് പോളിസി, ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ഈസ് മീൻസ് നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് ഒക്കെ നോക്കിയിട്ട് അവർക്ക് പിന്നെ ക്രെഡിറ്റ് കൊടുക്കുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഫേം കനോട്ട് ഗെറ്റ് ദ സെയിൽസ്. ഓക്കെ, ഫേമിൻ്റെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സ്ട്രിഞ്ചൻ്റ് ആവാനും പാടില്ല, ടു ലിബറൽ ആവാനും പാടില്ല. ഫേം നോർമലി ഫോളോ ദ പോളിസി വിത്തിൻ ദീസ് ടു എക്സ്ട്രീംസ്. ഈ രണ്ട് എക്സ്ട്രീംസിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് വേണം ഫേം എന്ത് ചെയ്യാൻ? ഒരു ക്രെഡിറ്റ് പോളിസി ഡിറ്റർമൈൻ ചെയ്യാൻ. Then the firm may also change their credit policy as and when needed. ഇപ്പം സ്ട്രിഞ്ചൻ്റ് ആക്കിയിട്ടാണ് ഫസ്റ്റ് തുടങ്ങിയതെങ്കിലും ഫേമിന് ചിലപ്പോൾ കുറച്ച് വെച്ച് ഇങ്ങനെ ലിബറലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലിബറലായിട്ടാണ് തുടങ്ങിയതെങ്കിൽ ഫേമിന് പിന്നെ അങ്ങനെ ഒന്ന് ടൈറ്റ് ആക്കി കൊണ്ടുവരാം. അപ്പോൾ അതുകൊണ്ട് ഫേമിന് ചേഞ്ച് ചെയ്യിക്കാം ആസ് ആൻഡ് വെൻ നീഡഡ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടെക്നിക്ക്, ദറ്റ് ഈസ് ഡിറ്റർമിനിങ് ഓപ്റ്റിമം ക്രെഡിറ്റ് പോളിസി. Second one, determining credit terms. Credit terms refers set of stipulations under which the credit is granted to the customers. Credit terms എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സെറ്റ് ഓഫ് സ്റ്റിപ്പുലേഷൻസ് ആണ് കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ക്രെഡിറ്റ് ടേംസ് സ്പെസിഫൈ ദ റീപേയ്മെൻറ്റ് ഓഫ് ടേംസ് ഓഫ് റിസീവബിൾസ് ആൻഡ് ആർ സ്പെസിഫൈഡ് ഇൻ ദ ക്രെഡിറ്റ് എഗ്രിമെൻറ്റ്. ദറ്റ് ഈസ് ക്രെഡിറ്റ് ടേംസ് ഇൻക്ലൂഡ്സ് ക്രെഡിറ്റ് പീരീഡ് ഉണ്ടാവാം, ഡിസ്കൗണ്ട് ഉണ്ടാവാം, ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവാം. ക്രെഡിറ്റ് പീരീഡ് മീൻസ് the length of time for which the firm grants credit. ഇപ്പോൾ പറയുകയാണ് ഞങ്ങളുടെ ഫേം 3 മാസം സാധാരണ കൊടുക്കാറുള്ളൂ, ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ 3 മാസത്തിൻ്റെ ക്രെഡിറ്റേ കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ദ ക്രെഡിറ്റ് പീരീഡ് അലോട്ടഡ് ബൈ ദറ്റ് ഫേം. ആ ഫേം അലോട്ട് ചെയ്യുന്ന ക്രെഡിറ്റ് പീരീഡാണത്, അതിൽ കൂടുതൽ കൊടുക്കില്ല അവർ. അപ്പോൾ അതവരുടെ ഒരു പോളിസിയാണ്. അപ്പോൾ അങ്ങനെ ഫേമിന് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ദേ ഷുഡ് ബി ഡിസൈഡ് പ്രീ പ്ലാൻഡ് അബൌട്ട് ദാറ്റ് ക്രെഡിറ്റ് പീരീഡ്. അപ്പം അതിലപ്പുറത്തേക്ക് കൊടുക്കില്ല എന്നുള്ള രീതിയിൽ ഫേമിന് ഡിസൈഡ് ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ, ഡിസ്കൗണ്ട്. ഇഫ് എനി പേയ്മെൻറ്റ് ഓർ എനി റിസീവബിൾസ് ആർ ഇയർലി ദേ ഷുഡ് ബി പെയ്ഡ്
നോർമലി ദ ഫേം അലൗസ് സം എമൗണ്ട് ആസ് ഡിസ്കൗണ്ട്. അപ്പോൾ ഇയർലി പേയ്മെൻറ്റ് നടത്തുന്നവർക്ക് എന്ത് ചെയ്യാം, ഫേമിന് ചിലപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കാം. സോ ഡിസ്കൗണ്ട് ഇസ് എൻ എഫക്റ്റീവ് ടൂൾ ഫോർ മാനേജിങ് റിസീവബിൾസ്. ഡിസ്കൗണ്ട് ഐദർ ദർ ഷുഡ് ബി എ പോസിറ്റീവ് percentage of discount should be create a positive impact of an organization. So discount is also one of the method for their credit decision. Okay, ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, അപ്പോൾ അവരുടെ ഒരു ക്രെഡിറ്റ് ടേംസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ടൂളാണ് ഡിസ്കൗണ്ട്. ദെൻ ഓൾസോ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ്. ഫേം സെൽ ഓൺ ക്രെഡിറ്റ് ടേക്ക് എ റിസ്ക്. ദ ഫേം ഇസ് നോട്ട് ഷുവർ അബൌട്ട് ദ പേയിങ് കപ്പാസിറ്റി ഓഫ് ദ കസ്റ്റമേഴ്സ്. ദെർഫോർ ഫോർ ദ സേഫ്റ്റി ഇറ്റ് മസ്റ്റ് സെറ്റ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ കപ്പാസിറ്റി നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ കടത്തിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ് വെക്കണം. നമ്മൾ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ് വെക്കണം. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സിന് ഇത്ര രീതിയിൽ സെയിൽസ് നടത്തുന്നവർക്ക് അല്ലെങ്കിൽ 2 എണ്ണം ക്യാഷ് ആയിട്ട് വാങ്ങിച്ചവർക്ക് ക്രെഡിറ്റിന് കൊടുക്കുന്നുള്ളൂ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ്സ് ഫേം കീപ്പ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ക്രെഡിറ്റ് കടത്തിന് സാധനങ്ങൾ റിസീവബിൾസ് ക്രിയേറ്റ് ചെയ്യുക, ക്രെഡിറ്റ് സെയിൽ നടത്തുക. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് ടേംസിൽ 3 എണ്ണമാണ് വരുന്നത്. ദറ്റ് ഇസ് ക്രെഡിറ്റ് പീരീഡ്, ഡിസ്കൗണ്ട്, ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടെക്നിക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് അല്ല, 2 ടെക്നിക്സ് മാത്രമാണ് പറഞ്ഞത് നമ്മൾ. ടെക്നിക്സ് ഓഫ് റിസീവബിൾ മാനേജ്മെൻറ്റിൽ ദറ്റ് ഇസ് ഡിറ്റർമിനിങ് ഓപ്റ്റിമം ക്രെഡിറ്റ് പോളിസി. അതിൽ നമ്മൾ പറഞ്ഞു സ്ട്രിഞ്ചൻ്റ് ആവാൻ പാടില്ല, ലിബറൽ ആവാൻ പാടില്ല. ടു സ്ട്രിഞ്ചൻ്റ് ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം, ലിബറൽ ആവുമ്പോഴുള്ള പ്രശ്നം. ദെൻ അതേപോലെ തന്നെ ഡിറ്റർമിനിങ് ക്രെഡിറ്റ് ടേംസ് പറഞ്ഞു. അതിൽ ക്രെഡിറ്റ് പീരീഡ് ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്, ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു സ്ലൈഡിൽ നമുക്ക് അടുത്ത ടെക്നിക്സും കൂടി നോക്കാം. ഓക്കെ, താങ്ക് യു.